ചെടിമ നല്ല പൂവുണ്ടായിക്കണല്ല. ആ നല്ല മയം വരുന്നുണ്ട്. മോലാളി കത്തർന്ന് വിളിക്കുന്നുണ്ട്. ആ ചെക്കന്റെ കാര്യം അന്വേഷിക്കാനാവും. നല്ലൊരു പണി കൊടുക്കണം, നല്ല ശരിയാവുള്ളൂ. ഹലോ, നിങ്ങളോട് പറഞ്ഞ വിശന്റെ കാര്യല്ലേ? ആ ചെക്കൻ എന്റെ നാട്ടിൽ തന്നാ. നിങ്ങൾ അന്വേഷിക്കൊന്നും വേണ്ട, എനിക്ക് അവനെ പറ്റി നല്ലോണം അറിയാം. ആ പറ്റ കൂതറന്ന് വെച്ചാ പൊലം കൂതറയാണ്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വള്ളടിയാ. ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അവനെ പറ്റി അറിയാം. നിങ്ങൾക്ക് അവനെ പറ്റി അറിയിട്ടാ. നിങ്ങൾ ആ വിസ അവർക്ക് കൊടുക്കരുത്. എന്റെ നാട്ടിൽ നിന്നാണ് കൂട്ടുകാരനൊക്കെ തന്നെയാണ്. ആള് ശരിയല്ല. ആ വിസ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താളി, അതാ നല്ലത്. ഇല്ലെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരാളെ ഞാൻ തരാന്ന്. ആ ശരി. മുതലാളിനോട് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിന് നല്ലൊരു മനസ്സമാധാനം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ നിങ്ങൾക്ക് കോപ്പിയും ലൈസൻസിന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ തന്നതല്ല. നമ്മളെ കാര്യം എന്താ, ഇവിടെ ഓട്ടോറിക്ഷ പോയി നട്ടു കൊടുക്കണം. 2 പെങ്ങന്മാരെ കല്യാണം കെട്ടിച്ചു വിടാനുള്ളതാണ്. എന്റെ കാര്യം എന്തായി? അന്റെ വിസന്റെ കാര്യത്തില് എന്റെ മുതലാളിന്റെ കൂട്ടുകാരനോട് അന്റെ നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചുകാണ്ട് വളരെ മോശമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ചെക്കൻ ശരിയില്ല, അവൻ വളരെ മോശമായ ചെക്കനാണ്, കുരുത്തം കെട്ടതാന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് ആണ് ഈ ഒരു വിഷയം പിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പേപ്പർ വേറെയും വരും. നമുക്ക് നല്ല ഏതായാലും നമുക്ക് നോക്കാം. ആ വിസ പോണെങ്കിൽ പോട്ടെ, നമുക്ക് നല്ല വേറൊരു വിസ നോക്കി ഇൻഷാ അല്ലാഹ് കാണാം. പൊന്നാരന്റെ അബ്ദുള്ളേ, അതൊന്നും പറയണ്ട. ആ കുട്ടി ഒരു വിസക്ക് തന്നിരുന്നു. ആ വിസ എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാന്ന് പറ്റതാണ്. പക്ഷെ അവന്റെ നാട്ടിലുള്ള ചില ആളുകൾ, അവന്റെ ഒപ്പം നടക്കുന്ന ആളുകൾ തന്നെ എന്റെ കൂട്ടുകാരന്റെ മുതലാളിക്ക് വിളിച്ചാണ്ട് പറഞ്ഞിരിക്കണേ ആ കുട്ടി വളരെ മോശമാണ്, അവന് വിസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട എന്നുള്ളത് പറഞ്ഞാണ്ട് ആ ടെൻഷനിൽ ആ കുട്ടി പോണത്. ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. എന്താ എങ്ങനെയാ ചെയ്യാം നമ്മള്? ഞാൻ പോട്ടെന്നാല്. അപ്പൊ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ വിസയുടെ കാര്യം പറഞ്ഞ് ആ കുട്ടി എത്ര സങ്കടത്തിലാണ് പോയത്. ഇതേപോലെയുള്ള ആളുകളാണ് നമ്മളെ നാട്ടിലുള്ളത്. അത് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. കല്യാണ കാര്യത്തിലായാലും, അതുപോലെ തന്നെ നമ്മുടെ വസ്തു വിൽപ്പന കച്ചവടത്തിലായാലും, അതുപോലെ മറ്റു ഒട്ടനവധി കാര്യത്തിലായാലും നാട്ടിലിരുന്ന് നമ്മളുടെ കൂടെ നിൽക്കുകയും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുകയും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിലുള്ളത്. ഇത്തരം ആളുകളെ നമുക്ക് നേരിട്ട് ബോധ്യമായാൽ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ ഒറ്റപ്പെടുത്തുക.